യേശുവിനെ മറ്റു ശിഷ്യന്മാർ തടയുമ്പോൾ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് പറഞ്ഞ് തന്റെ ധീരത മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന തോമസിനെ കാണുവാൻ നമുക്ക് സാധിക്കും. അടുത്തതായി 14-ാം അധ്യായത്തിൽ അന്ത്യ ശേഷം യേശു പറയുന്നുണ്ട്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ നിങ്ങളെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. അപ്പോൾ തോമസ് യേശുവിനോട് ചോദിച്ചു, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ല, പിന്നെ എങ്ങനെ വഴി അറിയൂ? ഇതിനു ശേഷം 20-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടെന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ ഞാൻ അവനെ കാണുകയും അവന്റെ തിരുവിലാവിൽ തൊടുകയും ചെയ്തല്ലാതെ ഇത് വിശ്വസിക്കുകയില്ലെന്നാണ് തോമസ് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശു അവന് പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം യേശുവിന്റെ തിരുവിലാവിൽ തൊട്ട് തന്റെ വിശ്വാസം അടിയുറപ്പിക്കുകയും ചെയ്തു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ച് ക്രിസ്തുവിനെ ലോകം മുഴുവൻ പ്രഘോഷിക്കുവാൻ ആഗ്രഹിച്ച അദ്ദേഹം ഭാരതമണ്ണിലേക്ക് എത്തിച്ചേർന്ന് യേശുവിന്റെ സുവിശേഷം അറിയിക്കുകയും 7 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. ബ്രാഹ്മണ കുടുംബങ്ങളെ മാമോദീസ മുക്കി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വിശ്വാസ സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ അദ്ദേഹം തീക്ഷ്ണതയോടെ പ്രയത്നിച്ചു.